തന്ത്രങ്ങൾ പിഴയ്ക്കാത്ത നായകൻ വി.ഡി. സതീശൻ എന്ന തന്ത്രശാലി നായക സ്ഥാനത്തേക്ക് വന്നതിനു ശേഷം കേരളം കണ്ടത് രാഷ്ട്രീയ ചരിത്രത്തിലെ അവിശ്വസനീയമായ മാറ്റങ്ങളാണ്. കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഇന്ന് ഉറക്കെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. സതീശൻ നയിച്ച ഓരോ പോരാട്ടത്തിലും LDF എന്തിനാണ് ഇങ്ങനെ കൂടാരം വിട്ടോടുന്നത്? ഈ അപ്രമാദിത്വത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ ഇടതുമുന്നണി പകച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇടതു കോട്ടകളിൽ സംഭവിച്ചത് ഒരു ഭരണമാറ്റമായിരുന്നില്ല, മറിച്ച് LDFന്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തെ കടപുഴക്കിയെറിഞ്ഞ ഒരു മഹാപ്രളയമായിരുന്നു. സതീശൻ എന്ന തന്ത്രശാലിക്ക് മുന്നിൽ LDFന്റെ അടിത്തറ പോലും അക്ഷരാർത്ഥത്തിൽ ഇളകിയാടി. ഇപ്പോൾ കണ്ട തോൽവികൾ വെറും ട്രെയിലർ മാത്രമാണ്. LDFന്റെ വരാനിരിക്കുന്ന വൻ തകർച്ചയുടെ തുടക്കം മാത്രമാണത്. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം നടന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പിലും LDF അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തി. പണ്ട് പ്രമുഖർ എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട സഖാക്കളെല്ലാം കളം ഒഴിഞ്ഞുപോയി. എന്നിട്ടും ചോദിക്കുന്നു, സതീശന് പകരം മറ്റാരുണ്ടെന്ന്. മറുപടി ജനങ്ങൾ നൽകിക്കഴിഞ്ഞു. പിണറായി വിജയ ഇനി കടക്ക് പുറത്ത് എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമെന്ന്. UDFന്റെ ക്രാന്തദർശിയായ നേതാവ് VDയുടെ കൈകളിൽ കേരളത്തിന്റെ ഭാവി ദൃഢമാണ്. അന്തം സഖാക്കളെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ 18ഉം UDF നേടിയത് ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് VD സതീശന്റെയും UDF എന്ന മുന്നണിയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും തന്ത്രങ്ങളുടെയും ഫലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനുകളിൽ 4ലും ഇടതു കോട്ടകൾ തകർന്നു. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 എണ്ണത്തിലും മാറ്റത്തിന്റെ കാറ്റുവീശി. മുനിസിപ്പാലിറ്റികളിൽ നിന്നും സഖാക്കളെ ജനം തൂത്തെറിഞ്ഞു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷത്തിൽ നിന്നും അവരെ നാട്ടുകാർ എടുത്ത് പുറത്തേക്കിട്ട കാഴ്ചയാണ് നാം കണ്ടത്. ഭരണം കയ്യിലുണ്ടായിട്ടും അധികാരത്തിന്റെ മുഷ്കുണ്ടായിട്ടും ജനകീയ കോടതിയിൽ സതീശന്റെ UDFന് മുന്നിൽ അവർക്ക് ഉത്തരമില്ലാതെ പോയി. പഴയ ശൈലികളും പഴയ മുഖങ്ങളും മാറുമ്പോൾ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം പറയുന്ന നിയമസഭയിലും പുറത്തും സർക്കാരിനെ വിയർപ്പിക്കുന്ന സതീശൻ എന്ന നേതാവിനെ കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. വിവരങ്ങൾ കൃത്യമായി പഠിച്ച് വസ്തുതകൾ നിരത്തി സംസാരിക്കുന്ന VD സതീശന്റെ പുതിയ രീതിയെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ഓരോ തോൽവിയിലും LDF പതറുമ്പോൾ ഓരോ വിജയത്തിലും UDF കൂടുതൽ കരുത്തരാകുകയാണ്. അടിത്തട്ടിലെ അഴിമതി മുതൽ ആകാശത്തെ കൊള്ളവരെ VD സതീശൻ തുറന്നു കാട്ടിയപ്പോൾ ഭരണപക്ഷം പ്രതിരോധത്തിലായി. മുനിസിപ്പാലിറ്റി മുതൽ പാർലമെന്റ് വരെ ജനങ്ങൾ UDFനെ നെഞ്ചേറ്റിയത് ഈ കരുത്തുറ്റ നേതൃത്വത്തിന് നൽകിയ അംഗീകാരമാണ്. സതീശൻ നയിക്കുന്ന ഈ പോരാട്ടത്തിന് പിന്നിൽ കേരളം ഒരൊറ്റ മനസ്സായി അണിനിരന്നു കഴിഞ്ഞു. ഇത് വെറുമൊരു രാഷ്ട്രീയ പദവിയല്ല, ജനങ്ങളുടെ വിശ്വാസമാണ്. വാക്കുകൾ കൊണ്ട് നേരിടാൻ കഴിയാത്തവർക്ക് കണക്കുകൾ കൊണ്ട് മറുപടി നൽകുന്ന സതീശൻ യുഗം ഇനി വരാനിരിക്കുന്ന പോരാട്ടങ്ങളിലും ഈ വിജയഗാഥ തുടരുമെന്ന് എതിരാളികൾ പോലും ഭയക്കുന്നു. സതീശൻ നയിക്കുന്നു, കേരളം ജയിക്കുന്നു. ഇനിയും സംശയമുണ്ടോ മറ്റാരുണ്ടെന്ന്?